നമസ്കാരം. ജന്മഭൂമി 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി നയിച്ച മഹായുതി സഖ്യം വൻ വിജയം നേടിയത്. സങ്കടമാണ് ഇതൊക്കെ കാണുമ്പോൾ. പണ്ട് ഭവനഭേദനം നടത്തി വോട്ട് വാങ്ങിയിരുന്നവരാണ് ഇന്ന് ഗൃഹസമ്പർക്കം എന്ന പേരിട്ട് കാൽപിടിക്കലാണ്. അല്ലെങ്കിലും ധിക്കാരത്തിന് എക്കാലവും നിലനിൽപ്പില്ലല്ലോ. നാട്ടിൻപുറത്തെ ഒരു തമാശയുണ്ടല്ലോ, എത്ര ഉയരത്തിൽ ചാടിയാലും സമ്മാനം വാങ്ങാൻ താഴത്തിറങ്ങണമെന്ന്. അത് തമാശയല്ല, ശാശ്വത തത്വമാണ്. കൂട്ടിക്കെട്ടിയ മുന്നണി കൊണ്ട് ഈ കൂറ്റൻ ചെങ്കൊടി താഴൂല എന്നായിരുന്നു പണ്ടത്തെ ചങ്കൂറ്റം. ഭീഷണിപ്പെടുത്തി കമ്മ്യൂണിസ്റ്റുകൾ വോട്ട് ചെയ്യിച്ചിരുന്നു. വോട്ട് ചെയ്യാൻ വരുന്നവർ എതിർകക്ഷിക്കാണ് വോട്ട് ചെയ്യാനിട എന്ന് മനസ്സിലാക്കിയാൽ വിരട്ടി ഓടിക്കുമായിരുന്നു. വോട്ട് ചെയ്യാൻ പുറത്തു പോകാനാവാതെ വീട്ടിൽ പൂട്ടിയിട്ട് ഉപരോധിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു കാലം. ഭവനഭേദനങ്ങളിലൂടെയുള്ള വോട്ട് വശത്താക്കൽ അങ്ങനെയായിരുന്നു. പിന്നീട് കള്ളവോട്ടിന്റെ കാലം വന്നു. വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ മറ്റാരെങ്കിലും വോട്ട് ചെയ്തു പോകുമായിരുന്നു. വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതും നടക്കുന്നില്ല. അതിനാൽ ഭവനഭേദനങ്ങൾ വിട്ട് ഭവന സന്ദർശനങ്ങളും ഗൃഹസമ്പർക്കങ്ങളുമാണ് കമ്മ്യൂണിസ്റ്റുകളുടെ പുതിയ തന്ത്രം. 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഭവനഭേദനം പോലെയല്ല ഭവന സന്ദർശനവും സമ്പർക്കവും. അത്ര ശീലമില്ലാത്ത കാര്യമാണ്. അതിനാൽ മാർഗനിർദ്ദേശം വേണം. അങ്ങനെ ഭവന സന്ദർശനക്കാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർഗനിർദ്ദേശം നൽകി. നീണ്ട പട്ടികയിൽ ചിലത് ഇങ്ങനെയാണ്: വീട്ടുകാരുമായി പരിചയമുള്ളവർ സ്ക്വാഡിൽ വേണം. പക്ഷേ പല വീടുകളുമായുള്ള പരിചയം പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും ഇല്ലാതായിട്ട് കാലം ഏറെയായല്ലോ. അപ്പോൾ എന്തു ചെയ്യും? വീടിനകത്ത് ഇരുന്ന് സംസാരിക്കാൻ ശ്രമിക്കണം. നടക്കുന്ന കാര്യമാണ്. എന്ത് വിശ്വസിച്ച് വീട്ടിൽ കയറ്റുമെന്ന് പാർട്ടി പ്രവർത്തകർ ആത്മഗതം പറയുന്നു. 3. ജനങ്ങളോട് സംയമനം പാലിച്ച് സംസാരിക്കണം. സംയമനോ? അതെന്ത് സാധനം? അതിനെ പഠിച്ചെടുക്കണമല്ലോ. പറയും എതിർത്താൽ അപ്പോൾ പണി കൊടുക്കും. അതാണ് രീതി. 3. ജനങ്ങളോട് സംയമനം പാലിച്ച് സംസാരിക്കണം. സംയമനമോ? അതെന്ത് സാധനം? അതിനെ പഠിച്ചെടുക്കണമല്ലോ. പറയും എതിർത്താൽ അപ്പോൾ പണി കൊടുക്കും. അതാണ് രീതി. 4. അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടതിന് ശേഷം മാത്രം മറുപടി പറയണം. തർക്കിക്കാൻ നിൽക്കരുത്. പിന്നെ അവർ പറയുന്നത് കേട്ടിരിക്കാൻ വേറെ ആളെ നോക്കണം. ചർച്ചകളിൽ നേതാക്കൾ പോലും അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. പിന്നെയാ ഈ ഉപദേശം. 5. ജനങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. എല്ലാം ക്ഷമാപൂർവം കേട്ട് മറുപടി നൽകണം. ഇടയ്ക്ക് കയറി പറയരുതെന്നോ? വിഷയം മാറ്റുക. അരി എത്രയെന്ന് ചോദിച്ചാൽ പയറ് അഞ്ഞാഴി എന്ന് പറയുക. അവർ പറയുന്നത് മുഴുവിപ്പിക്കും മുമ്പേ നമുക്ക് പറയാനുള്ളത് പറയുക. അങ്ങനെയൊക്കെയല്ലോ നമ്മുടെ രീതി. ഈ 5 കാര്യങ്ങൾ സാമാന്യ മര്യാദയാണ്. സഹിഷ്ണുതയും സഹവർത്തിത്വവും സാഹോദര്യവുമുള്ള ഏതു മനുഷ്യജീവിയും കാണിക്കേണ്ട, പുലർത്തേണ്ട മര്യാദ. അതിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് വശത്താക്കാൻ വീട് കയറുന്ന പാർട്ടി പ്രവർത്തകർക്ക് അച്ചടിച്ച് തയ്യാറാക്കി വിതരണം ചെയ്യേണ്ടി വരുമെന്ന് വരുമ്പോൾ ആ പാർട്ടിയുടെയും പാർട്ടി പ്രവർത്തകരുടെയും നയിക്കുന്ന നേതാക്കളുടെയും അവസ്ഥയോർത്ത് ജനം ചിരിക്കുന്നുണ്ടാകും. ഇനിയുമുണ്ട്. സമ്പർക്കവേളയിൽ ജനങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചില വിഷയങ്ങളിൽ നൽകേണ്ട മറുപടിയും എഴുതി കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ തക്കിട തരികിട മറുപടികൾ. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് ചോദിച്ചാൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നാണ് നിലപാടെന്ന് പറയണമത്രേ. ജയിലിൽ കഴിയുന്ന CPM നേതാവ് A. പത്മകുമാറിനെതിരെ പാർട്ടി നടപടി എടുക്കാത്തതിനെ കുറിച്ച് ചോദിച്ചാൽ തക്ക സമയത്ത് തക്ക നടപടി എന്ന് വേണം മറുപടി പറയാൻ എന്നാണ് നിർദ്ദേശം. ഇത് വായിച്ചു പാർട്ടി പ്രവർത്തകർ പോലും ചിരിക്കുന്നുണ്ടത്രേ. എന്തായാലും ഈ നിലപാട് മാറ്റം ഒരു വലിയ നയം മാറ്റമായാണ് നിരീക്ഷിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് സിംഹം കരയുന്നു, ഗർജിക്കുകയല്ലേ വേണ്ടത് എന്നാണ് പലരും ചോദിക്കുന്നത്. പാർട്ടി നേതാക്കളടക്കം പറയുന്നത് കാര്യം കാണാം, കഴുതക്കാലും പിടിക്കേണ്ടി വരുമെന്നാണ്. പക്ഷേ പൊതുജനം എല്ലാവരും കഴുതയല്ല എന്നാണ് വീട്ടുകാർ പരസ്യമായി പറയുന്നത്. ഭവനഭേദനക്കാർ മുഖം മൂടി അണിഞ്ഞ് ഭവന സമ്പർക്കത്തിന് വരുമ്പോൾ ഉൾഭയത്തോടെയാണ് മതിൽക്കെട്ടിൽ കയറ്റുന്നത്. അല്ലെങ്കിലും വീട്ടിൽ കയറി വരുന്നവരെ വിരുന്നുകാരെ പോലെ സ്വീകരിക്കുന്ന മര്യാദ പാർട്ടികൾ പഠിപ്പിച്ചതല്ലോ. അതിഥി ദേവോ ഭവ എന്നാണല്ലോ ഭാരതീയ സംസ്കാരം. പക്ഷേ ആധ്യാത്മിക ആചാര വിശ്വാസങ്ങൾ സംരക്ഷിക്കുക എന്നത് ജനങ്ങളുടെ അവകാശമാണെന്നും അവർക്ക് അറിയാവുന്നതാണല്ലോ.